ഹായ്, ഞാൻ ഇന്ന് ഒരു വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ കണ്ടുപിടിച്ചതെന്ന് അല്ല. പക്ഷേ നമ്മുടെ ഗാർഡനിങ്ങിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ്. എൻ്റെ വീട്ടിൽ ഈ മഴ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് ഒച്ചുകൾ വരും. ഒച്ച് വലിയ ഷെല്ലുള്ള ഒച്ച് വരും, ചെറിയ പീക്രി ഒച്ചുകളും വരും. എന്നാൽ ഇതിൻ്റെ കയ്യിലിരിപ്പാണെങ്കിലോ ഒരു രക്ഷയില്ല. ഞാനാണെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ ചെടികളൊക്കെ ഒരു 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 ഇല വരാനായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു ഇല ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അത് നമുക്ക് അറിയാം, ഈ ചെടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു ഫീലിംഗ് എന്താന്ന്. ഈ ഇല വരും, രാത്രി കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോഴേക്ക് അവിടെ ഇവിടെ ഒരു ഓട്ടം. ശരിക്കും നമ്മുടെ ആ ഇലയിലല്ല ഓട്ടം വരുന്നത്, നമ്മുടെ ഹൃദയത്തിലാണ് ഓട്ടം വരുന്നത്. ശരിക്കും എനിക്ക് എന്തൊരു വിഷമമാണെന്ന് അറിയാം. ചിലപ്പോൾ എനിക്ക് കരച്ചിൽ വരാറുണ്ട് അങ്ങനെ കാണുമ്പോൾ. ഈ ഒരു ഇലയുടെയൊക്കെ ഒരു ഭംഗി നിങ്ങൾ തന്നെ നോക്കി. ഈ ഇലയുടെ ഒരു നടുക്കൊരു ഓട്ട അല്ലെങ്കിൽ സൈഡിലൊരു ഓട്ട വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എന്തിനു കൊള്ളാം. അത് ഒരു ഇല വന്നു കഴിഞ്ഞാൽ ഈ ചെടിയൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം നിൽക്കും അങ്ങനെ തന്നെ. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിനെ നശിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമായിട്ട് ജനിച്ചിരിക്കുന്ന കുറേ സാധനങ്ങളാണ് ഈ ഒച്ചുകൾ. അപ്പം ഞാൻ പല രീതിയിൽ ഞാൻ നോക്കിയിട്ടോ. ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണത്തില്ലേ, മുട്ടത്തോട്, വേപ്പെണ്ണ, എനിക്കറിയത്തില്ലേ എന്തെല്ലാമൊക്കെയോ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. ഒരു നിവർത്തിയില്ല. പിന്നെ കാണുന്നതിനൊക്കെ പിടിച്ച് ഞാൻ ചിലപ്പോൾ ചവിട്ടി അരച്ച് കൊല്ലാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ തലമണ്ടയിൽ കൂടെ ഉപ്പിടും. പിന്നെ ഒരു വീഡിയോയിൽ കണ്ടു അതിൻ്റെ പുറത്ത് മുളക് പൊടി വെതറിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണൊക്കെ നീറിയിട്ട് എവിടെയെങ്കിലും പോയി കണ്ണ് കാണാൻ പറ്റാതെ തലടിച്ച് ചാവുന്നു. പക്ഷേ ഒന്നും വർക്കൗട്ടായില്ല. അവസാനം ഞാനൊരു നേഴ്സറിയിൽ ഉള്ളൊരു ഡ്രീം ഗാർഡൻസ് എന്ന നേഴ്സറി ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ വേറൊരു ആവശ്യത്തിന് പോയപ്പോഴേക്കും അവിടെ ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കവറ്, അതിൻ്റെ അകത്ത് 100 ഗ്രാം സ്നെയിൽ കില്ലറിന് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഞാനിത് സ്നെയിൽ കില്ലർ എന്താണെന്ന് ചോദിച്ചപ്പോഴേക്ക് പറഞ്ഞത് ഒച്ചിനെ കൊല്ലാണ്. ഞാനിത് കണ്ടിട്ടൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് അറിയായിരിക്കും, ഞാനിത് ആദ്യമായിട്ട് കാണാം. ഇത് എന്നെപ്പോലെ മന്ദബുദ്ധികളായിട്ടുള്ള ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു ഇതാണ് ഇതിൽ കാണിക്കുന്നത്. എൻ്റെ ദൈവമേ, എനിക്ക് ഒരു ദിവസം ഞാൻ കൊണ്ടിങ്ങനെ വെതറി പിറ്റേ ദിവസം നോക്കിയിട്ട് എനിക്ക് എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ വയ്യ. അങ്ങ് ചത്ത് കിടക്കുക നിറച്ച് ഒച്ചുകൾ. ഒച്ചിനെല്ലാം കൂടെ തൂത്തുകൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു കിലോ ഒച്ചുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചത്. കണ്ട അറപ്പ് തോന്നും, പക്ഷേ ഇത്രയും ഒച്ചുണ്ടായിരുന്നു. കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ, എന്നാലും കുറേ ഒച്ചുണ്ടായിരുന്നു. ഇത് കണ്ടോ, ചെടിയുടെയൊക്കെ മൂട്ടിലും അവിടെ തറയിലൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുമായിരുന്നു. ഈ ചെടി ഞാൻ കാണിച്ചു തരാം. ഇത് വെളിയിൽ ഞാനിങ്ങനെ വെച്ച് ഒരു ഇല വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്ക് അതിൽ കണ്ടോ അവിടെ ഇവിടെയൊക്കെ വലിയ ഓട്ട. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഇത് കണ്ടോ വേറൊരു ചെടി, എല്ലാ ഇലയിലും അവിടെ ഇവിടെയും കടിച്ചു വെച്ചിരിക്കുന്നു. ഇതാണ് ആ സ്നെയിൽ കില്ലർ എന്ന് പറയുന്നൊരു സാധനം. ഒരു ഡാർക്ക് പിങ്ക് കളറിലാണ്. 100 ഗ്രാമിന് 150 രൂപ. സ്നെയിൽ കില്ലറിന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കെമിക്കൽ നെയിം അതൊന്നും എനിക്കറിയില്ല. ഇതാണ് സംഭവം. ഇത് ഇങ്ങനെ ഒരു കുഞ്ഞു നൂഡിൽസ് പോലെ അല്ലെങ്കിൽ ഫിഷ് ഫുഡൊക്കെ പോലെ ഇരിക്കും. സോ കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ മാറ്റി വയ്ക്കുക. ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. ഈ ഓർക്കിഡൊക്കെ വളർത്തുന്നവർ, എൻ്റെ അമ്മയൊക്കെ ഓർക്കിഡ് ഫാൻസാണ്. അവരൊക്കെ രാത്രി ടോർച്ചും കൊണ്ടും ഒക്കെ ഇങ്ങനെ നടക്കും. പിന്നെ പൈനാപ്പിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രി സന്ധ്യയ്ക്ക് കൊണ്ട് പൈനാപ്പിൾ അതിൻ്റെ മൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒച്ചൊക്കെ പൈനാപ്പിൾ കയറിക്കോളും. അതിൻ്റെ അന്നത്തേക്കുള്ള ആഹാരം പൈനാപ്പിൾ ആക്കിക്കോളും. ഇത് കയറിയിട്ട് ഇല കാർന്നത് അതിൻ്റെ തണ്ട് വരെ കാർന്നത് കളയും. അപ്പോൾ അതോടെ പോയില്ലേ. അപ്പോൾ ഓർക്കിഡൊക്കെ വളർത്തുന്നവർക്ക് ഈ ഒരു സംഭവം മിക്കവർക്കും അറിയാമായിരിക്കും, നിങ്ങൾക്കൊക്കെ. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇത്രയും ഒരു സന്തോഷം. എല്ലാത്തിനെയും കൊന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് പറയാനായിട്ട് ഇന്ന് വന്നത്. ഇതുപോലെ മറ്റെന്തെങ്കിലും ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.